ഹായ് ഹലോ. അപ്പോൾ ഇന്ന് 29th ഡേ ഓഫ് വെയ്റ്റ് ഗെയിൻ ആണ് കേട്ടോ. ഭയങ്കര സന്തോഷം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റീസെൻ്റ് ഇന്ന് പോയി ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ചെറിയ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാരണം കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ സീരിയസ്ലി ഞാൻ അച്ചീവ് ചെയ്യാൻ എടുത്ത വെയിറ്റ്, അതായത് എൻ്റെ അച്ചീവ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ച വെയിറ്റ് 55 kg ആണ്. 54.6. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഒരു എൻ്റെ ന്യൂട്രീഷനിസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാബ് ഫിറ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിഷാരയാണ് എൻ്റെ ന്യൂട്രീഷനിസ്റ്റ്. ഞാൻ വിളിച്ചു, മെസ്സേജ് അയച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. ആൾ ഭയങ്കര ഹാപ്പിയായി. ഇടയ്ക്ക് ഞങ്ങൾ കോൺടാക്റ്റ് ഇല്ലായിരുന്നു. ഞാൻ 1 month ഡയറ്റിന് ശേഷം ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം പ്രോപ്പർ വർക്കൗട്ടില്ലായിരുന്നു. പക്ഷേ ഷുഗർ ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം കറക്റ്റ് തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എക്സസൈസ് ചെയ്യാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പുള്ളിക്കാരിയെ വിളിച്ചു. ഭയങ്കര ഹാപ്പി. നിഷാരെ ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അതായത് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സെൽഫായിട്ട് ഒന്നിനും ഒരു ഡിസിഷൻ എടുക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓൺലൈൻ ഒരുപാട് വെയിറ്റ് ഗെയിൻ്റെ പ്രോഗ്രാം ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുടെ ഒരു സജഷനോട് കൂടി മാത്രമേ എടുക്കാവൂ എന്നാണ് ഞാൻ പറയാറ്. ഇതിപ്പോൾ നാബ് ഫിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഞാൻ എടുത്തത്. അതിൽ എൻ്റെ ന്യൂട്രീഷനിസ്റ്റ് നിഷാരയായിരുന്നു. അപ്പം കറക്റ്റ് ഫോളോ അപ്പ് ആയിരുന്നു. എനിക്ക് എന്താ പറയുക, അത്രയും എനിക്ക് താങ്ക്ഫുള്ളാണ് നിഷാരയോട്. അപ്പം ഞാൻ അന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ഫുഡ് ഹാബിറ്റൊക്കെ ഇപ്പോഴും എന്താ പറയുക, അത്രയ്ക്ക് അഡിക്റ്റാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കുറച്ച് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ചേഞ്ച് അത്രയ്ക്ക് നമുക്ക് വിസിബിളാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് വിസിബിളായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക. നട്ട്സൊക്കെ നന്നായിട്ട് ഇൻടേക്ക് ചെയ്യാൻ നോക്കുക. ഞാൻ അധികം ബേക്കറി ഐറ്റംസ് കഴിക്കാറില്ല. സോ ആ പൈസയ്ക്ക് ഞാൻ ഇതുപോലത്തെ സാധനങ്ങൾ മേടിച്ച് വെക്കും. പഴം നന്നായിട്ട് കഴിക്കും. ഫ്രൂട്ട്സ് അധികമില്ല, പക്ഷെ എന്നാലും ബനാന നന്നായിട്ട് കഴിക്കും. പിന്നെന്താ പറയുക, ഇതെൻ്റെ ഓവർനൈറ്റ് ഓട്സ് ആണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ മുടങ്ങാതെ ഇപ്പം 1 month ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നല്ല അടിപൊളി ഒരു എന്താ പറയുക, നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണത്. പിന്നെ എനിക്ക് ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിർത്തി. എൻ്റെ ഷിഫ്റ്റിൻ്റെ ടൈമിങ്ങും കാരണം എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഹോം വർക്കൗട്ട് എന്ന് പറയുന്ന ഒരു ഫ്രീ ആപ്ലിക്കേഷനിലാണ് ഞാൻ എൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത്. എൻ്റെ കൺവീനിയൻറ്റ് ടൈം മോർണിംഗ് ആണ്. 5:30 to 6:30 ചെയ്യും. പിന്നെ ചില സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെന്നെങ്കിൽ നൈറ്റ് ഷിഫ്റ്റെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരു 45 മിനിറ്റിന് ശേഷം ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിലപ്പം 1/2 hour ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ടയേർഡാണ്. അപ്പം അതനുസരിച്ച് ചെയ്യും. അപ്പോൾ ഇതെൻ്റെ ഒരു മെയിൻ റുട്ടീനായിട്ട് വരുവാണ് ഈ ഓവർനൈറ്റ് ഓട്സ്. പിന്നെ നോർമൽ കഴിക്കുന്ന പോലെ നമ്മൾ കഴിക്കുന്ന പോലെ എപ്പോഴും കൺട്രോൾഡ് ഫുഡ് എടുക്കുക. ഒരുപാട് വയർ നിറച്ച് കഴിക്കാതെ ഹാഫ് എടുക്കുക. അതായത് വയർ പകുതിയോളം നിറഞ്ഞിട്ട് നന്നായിട്ട് സാലഡ് കഴിക്കുക. അപ്പോൾ അതൊക്കെയാണ്. സാലഡൊന്നും ഞാനിപ്പം സ്കിപ്പ് ചെയ്യാറേ ഇല്ല. അപ്പം ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഫുഡ്. എല്ലാവരും നന്നായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.